ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് EVSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം അല്ലേ? ഇംഗ്ലീഷിൻ്റെ എക്സാം കഴിഞ്ഞു, ഈസി ആയിരുന്നു അല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വന്നിട്ടുള്ളത്? സേ ദ നെയിം ഓഫ് ദ പിക്ചേഴ്സ്. എന്താണ്? പിക്ചേഴ്സിൻ്റെയൊക്കെ പേര് പറയാൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം പിക്ചേഴ്സ് ആണ് അല്ലേ? ഫസ്റ്റ് ഓറഞ്ച്. സേ എല്ലാവരും പറഞ്ഞ് ഓറഞ്ച്. മാംഗോ, സൺഫ്ലവർ, റോസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടിക്ക് ദ കറക്റ്റ് പിക്ചർ. എന്താണ്? ഇവിടെ 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൽ കറക്റ്റ് പിക്ചറിന് ടിക്ക് ചെയ്യുക. കറക്റ്റ് പിക്ചർ മീൻസ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസർ ആവും ഇവിടെ വരിക. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് തിങ്സ് ഡു വി യൂസ് ഇൻ സമ്മർ സീസൺ? സമ്മർ സീസണിൽ യൂസ് ചെയ്യണ ഒരു പിക്ചർ ഇവിടെ ഉണ്ട്. അത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് സമ്മർ സീസണിൽ? ഇതാണോ? അല്ലല്ലോ, ഇത് നമ്മൾ വിൻ്റർ സീസണിലല്ലേ ഉപയോഗിക്കുക. അതേപോലെ ഇതാണോ? റെയിൻകോട്ട് ആൻഡ് അംബ്രല്ല? നോ, ഇത് മൺസൂൺ സീസൺ ആണല്ലേ. അപ്പോൾ ഏതാണ്? ക്യാപ്പ് ആൻഡ് സൺഗ്ലാസ്. സമ്മർ സീസണിൽ യൂസ് ചെയ്യണത് ക്യാപ്പ് ആൻഡ് സൺഗ്ലാസ്. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് വി സീ ഇൻ വിൻ്റർ സീസൺ? വിൻ്റർ സീസണിൽ യൂസ് ചെയ്യണത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ? എന്താണ്? സ്നോ വാൾ അല്ലേ, മഞ്ഞു വീട്. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതല്ലേ നിങ്ങളെ പിക്ചർ. അപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞു അല്ലേ? നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? ഐഡൻറ്റിഫൈ ദിസ് ഫെസ്റ്റിവൽ. ഐഡൻറ്റിഫൈ ദീസ് ഫെസ്റ്റിവൽസ്. എന്താണ്? ഇവിടെ ഉത്സവങ്ങൾ കൊടുത്തിട്ടുണ്ട് 3 എണ്ണം. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ പേര് തിരിച്ചറിയാനാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ്? തൊപ്പിയൊക്കെ ഇട്ട് 2 ബോയ്സ് ഒക്കെ ഉണ്ട് അല്ലേ? പള്ളി ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണിത്? ഈദ്, പെരുന്നാൾ അല്ലേ? നെക്സ്റ്റ് ഓണം. നെക്സ്റ്റ് ക്രിസ്മസ്, അപ്പൂപ്പനൊക്കെ ഉണ്ട്. അപ്പോൾ എന്താവും? എക്സ്മസ് അല്ലേ? ഓക്കെ, ഓക്കെ അല്ലേ എല്ലാവരും? ഈദ്, ഓണം, ക്രിസ്മസ്. ഓക്കെ, മറ്റുള്ള ചിത്രങ്ങളൊക്കെ പേര് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ്, നമ്മുടെ മൈ ബോഡിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലോ. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് ബോഡി പാർട്സ്. ബോഡി പാർട്സിൻ്റെ ഒക്കെ പേര് പറയാനാണ്. ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ, ഓക്കെ അല്ലേ? ഹാൻഡ്, നോസ്, ഇയർ. 8 മാർക്കാണ് കേട്ടോ, എല്ലാവരും പഠിച്ചിട്ട് വരണേ. നെക്സ്റ്റ്, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ GK അല്ലേ, അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിക്ചറില്ലാത്ത ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. സേ ദ നെയിം ഓഫ് 2 ഫ്രൂട്ട്സ്. എന്താണ്? 2 ഫ്രൂട്ട്സിൻ്റെ പേര് പറയാൻ. പറഞ്ഞ എല്ലാവരും. മാംഗോ, വാട്ടർമെലോൺ. നിങ്ങൾക്കറിയുന്ന 2 പേര് പറയുക. സേ 2 തിങ്സ് ഇൻ യുവർ സറൗണ്ടിങ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ചുറ്റുപാടുള്ള എന്തെങ്കിലും 2 വസ്തുക്കൾ പറയാനാണ് അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു പാഠങ്ങൾ കണ്ടിട്ടില്ലേ? ഹോം ആൻഡ് സറൗണ്ടിങ്. അപ്പം അതിൽ എന്തൊക്കെയുള്ളത്? എന്തെങ്കിലും 2 എണ്ണം പറഞ്ഞാൽ മതി കേട്ടോ. ട്രീ ഉണ്ട്, ഹൗസ് ഉണ്ട്, കൗ ഉണ്ട്, ഡോഗ് ഉണ്ട് അല്ലേ? ഏതെങ്കിലും 2 വാക്കുകൾ പറഞ്ഞാൽ മതി. നെക്സ്റ്റ്, സേ 2 ഫുഡ് ഐറ്റംസ് വി ഈറ്റ്. നമുക്ക് കഴിക്കാൻ പറ്റുന്ന 2 ഫുഡ് ഐറ്റംസിൻ്റെ പേര് പറയാണ്. നമ്മൾ GKയിൽ ഫുഡ് ഐറ്റംസ് കുറേ പഠിച്ചിട്ടുണ്ടല്ലോ. 2 ഐറ്റംസ് പറഞ്ഞേ. ഫുഡ് വി ഈറ്റിൽ വെജിറ്റബിൾസ്, മിൽക്ക്, ഫ്രൂട്ട്സൊക്കെ പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. വെൻ ഈസ് ഓർ ഇൻഡിപെൻഡൻസ് ഡേ. എന്താണ്? എന്നാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? എന്നാണ്? ഓഗസ്റ്റ് 5th. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഹൂ ട്രീറ്റ്സ് ഓർ ഡിസീസ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമുക്ക് രോഗം വന്നാൽ നമ്മെ ആരാണ് ശുശ്രൂഷിക്കുക?
നമുക്കിങ്ങനെ ഒരു പാഠം നമ്മൾ പഠിച്ചതല്ലേ, ഹോസ്പിറ്റൽ ആൻഡ് ഡിസീസ്. രോഗങ്ങൾ വന്നാൽ നമ്മൾ എങ്ങടെ പോവുക? ആരെ നമ്മളെ ശുശ്രൂഷിക്കുക? ഡോക്ടർ. ആരാണ്? ഡോക്ടർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫാമിലി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. എന്താണ് വന്നിട്ടുള്ളത്? നമ്മളെ ഫാമിലി ഉണ്ടാക്കിയത് ആരാണ് എന്ന്. നമ്മുടെ ഫാമിലി മെയ്ഡ് അപ്പ് ഓഫ് ഫാദർ. ഫാദർ അല്ലേ നമ്മുടെയൊക്കെ നോക്കണത് അല്ലേ? ഇൻ മൈ ഫാമിലി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫാദർ. നിങ്ങൾ ആൻസർ ഫാദർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് റിസൈറ്റ് എ നഴ്സറി റൈം. ഏതെങ്കിലും ഒരു നമ്മൾ പഠിച്ച പാട്ട് പാടാൻ. നമ്മൾ ഇംഗ്ലീഷിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു അല്ലേ, GK-ലും ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 4 സോങ്ങിൽ ഏതെങ്കിലും ഒരു സോങ് ടീച്ചർക്ക് പാടിത്തരാം. ഓക്കെ, ഓക്കെ അല്ലേ എല്ലാവരും? ഓൾ ദ ബെസ്റ്റ്.